താങ്കൾക്ക് പറയാം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നത്? നമുക്കറിയാം, ഇപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്ഥാപനം വരുമ്പോൾ അത് ആഗോള കൊത്തുകളോട് മത്സരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്ക് ജോലി കിട്ടുക എന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഭക്ഷ്യ വൈവിധ്യം അത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എങ്ങനെയാണ് നല്ലൊരു സ്ഥാപനം ആകേണ്ടിയിരുന്നതിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കി മാറ്റിയത്? നിങ്ങളുടെ അനുഭവം എന്താണ്? നമസ്കാരം. എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 2012 സമയത്തിൽ കഴിഞ്ഞ മുൻ വി.എസ്. സർക്കാരിന്റെ സമയത്തിൽ വാങ്ങിച്ച പ്രോഡക്ട്സും അതിന്റെ ബോട്ടിൽസും ഗ്ലാസ് ബോട്ടിൽസും അത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്രേറ്റുകൾ. അപ്പൊ ഇത് രണ്ടും ഒരു യാതൊരുവിധ മൂല്യനിർണ്ണയമോ മറ്റ് സർക്കാരിന്റെ അനുമതികളോ ഒന്നും നേടാതെ നിസ്സാര തുച്ഛമായ നമ്മൾ സ്ക്രാപ്പ് വിലയ്ക്ക് ഇവരെടുത്ത് വിൽക്കുകയാണ് ചെയ്തത്. അതേപോലെ അതിന് മറ്റേ സർക്കാരിന്റെ വിൽക്കാനിടെ സാഹചര്യം എന്താ? അതിനനുസരിച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. ആ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞു പോയതാണോ? അല്ല, ഉൽപാദനം ഗണ്യമായി കുറഞ്ഞുകൊണ്ടല്ല. ഇവർ ഈ ഗ്ലാസ് ബോട്ടിൽ മാറ്റി പെറ്റ് ബോട്ടിൽ ആക്കാന്നുള്ളൊരു പ്ലാസ്റ്റിക് പെറ്റ് ബോട്ടിലിൽ ഇതിന്റെ ബാക്കിയുള്ള പ്രോഡക്ട്സ് ഈ പെറ്റ് ബോട്ടിൽ ഇറക്കാം എന്നുള്ളൊരു ഇതിലാണ് ഈ ഇത് വിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ പ്ലാസ്റ്റിക് എല്ലാവരും നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, സൂപ്പർ മാർക്കറ്റിലും മറ്റുള്ള ശീതളപാനീയങ്ങളും മറ്റും എല്ലാം ഇപ്പൊ വീണ്ടും ഈ ഗ്ലാസ് ബോട്ടിൽ വന്നുകൊണ്ടിരിക്കും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട്. പക്ഷെ ഇവർ വീണ്ടും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂട്ടാനെന്ന വണ്ണം ഈ സാധനങ്ങളെല്ലാം നിസ്സാര വിലയ്ക്ക് വിൽക്കാനുണ്ടായത്. അപ്പൊ ഇതിന് ഈ ചെയർമാന്റെയും മറ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം.